നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആർക്കൈവൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് കൺസർവേഷൻ ടെക്നിക്സ് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആർക്കൈവൽസിന്റെ സംരക്ഷണവും അതിന്റെ നിലനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ഈ നാല് യൂണിറ്റുകളിലുമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് പ്രിസർവേഷൻ ഓഫ് ആർക്കൈവൽ റെക്കോർഡ്സ് എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്. സോ ഇത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിച്ച മുഴുവൻ ചാപ്റ്റേഴ്സിന്റെയും ഒരു തുടർച്ച തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ആർക്കൈവൽ രേഖകൾ എന്താണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും നമുക്ക് കഴിഞ്ഞ യൂണിറ്റുകളൊക്കെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ആർക്കൈവൽ രേഖകളെ, അതായത് രേഖകള്, കയ്യെഴുത്തു പ്രതികള്, മാപ്പുകള്, ഫോട്ടോകള്, ഡിജിറ്റൽ രേഖകള് തുടങ്ങിയ കാര്യങ്ങളെയാണല്ലോ നമ്മൾ ഈ ആർക്കൈവൽ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവയെ അതിന്റെ യഥാർത്ഥ രൂപവും വിവര മൂല്യവും നഷ്ടപ്പെടാതെ ദീർഘകാലം നിലനിർത്തുന്നതിനുള്ള നടപടികളെയാണ് നമ്മൾ ആർക്കൈവൽ സംരക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവയെ ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുക, ടിയർ ആൻഡ് വിയർ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സംരക്ഷണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രേഖകളുടെ ഭൗതിക അവസ്ഥയും അതിന്റെ വിവരമൂല്യവും, അതായത് ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി കണക്കാക്കിക്കൊണ്ടാണ് ഇതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത്. അതായത് ഭാവി തലമുറയ്ക്ക് ഇത് എത്രത്തോളം വിവരവിനിമയ പ്രധാനമാണ് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് സംരക്ഷിക്കുന്നത്. ഇനി ഈ സംരക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ചരിത്രരേഖ ദീർഘകാലം നിലനിർത്തുന്നതിനായിട്ട് സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ രേഖകളുടെ ഒതന്റിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട്, ഭാവി ഗവേഷണങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രകൃതി ദുരന്തത്തിൽ നിന്നും, തീപിടുത്തത്തിൽ നിന്നും, കീടങ്ങളുടെ നശിപ്പിക്കലിൽ നിന്നും, ഈർപ്പം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇതിനെ സംരക്ഷിക്കുന്നത്, സാംസ്കാരിക സംരക്ഷണം, ഇതെല്ലാമാണ് ഇത്തരം ആർക്കൈവ്സ് സംരക്ഷിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ ആർക്കൈവൽ രേഖകളെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോ കടന്നിരിക്കുന്നത്. അതായത് ഒന്നാമത്തേത് ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഭൗതിക ഘടകങ്ങൾ. പൊടി പിടിച്ചിട്ട്, ആർക്കൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ഇങ്ങനെ പഴയ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് ഷെൽഫുകളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്, അടുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിൽ പൊടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ വെളിച്ചം, ചില രേഖകളൊക്കെ സൺലൈറ്റ് നേരിട്ട് കൊണ്ട് വെളിച്ചം തട്ടി മങ്ങി പോവാറുണ്ട് അല്ലെ. ഈ തീവ്ര വെളിച്ചം ഇങ്ങനെ തട്ടി കഴിയുമ്പോൾ മങ്ങിപ്പോവും. ദെൻ അമിതമായ ചൂട് കൊണ്ട് ഈ വാക്സിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചില രേഖകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെന്ത് സംഭവിക്കും? ഉരുകി പോവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈർപ്പം, ഈ പേപ്പറും അതുപോലെ ഓലകളിലൊക്കെയുള്ള സാധനങ്ങൾ ഈർപ്പം തട്ടിക്കഴിഞ്ഞ് പൂപ്പൽ പിടിച്ച് കേടായി പോകും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭൗതികമായിട്ടുള്ള, പുറത്തു നിന്നുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ദെൻ ബയോളജിക്കലാണ്. ബയോളജിക്കലിൽ പെടുന്നതാണ് ഈ പൂപ്പല്. ഓക്കെ, അതായത് ഫിസിക്കലായിട്ടും നമ്മൾ ഈർപ്പം ഈ നനവ് കൊണ്ടാണ് വരുന്നത്. നനവ് വരുമ്പോഴാണ് പൂപ്പല് വരിക അല്ലെ. അപ്പൊ നനഞ്ഞു പോകാറുണ്ട്, ഒരു മഷിയൊക്കെ പടർന്നു പോകും. നനഞ്ഞു പോയാലും മഷിയൊക്കെ പടർന്നു പോകാറുണ്ട്. ഇനി ജൈവ ഘടകങ്ങളില് പൂപ്പൽ ബാധ, ഫംഗൈ ഇൻഫെക്ഷൻ ഒക്കെ, ഫംഗൈ അറ്റാക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ അത് സാധനം കേടായി പോകും. പിന്നെ ബാക്ടീരിയയും പ്രാണികള്, എലികള്, ചിതല് പിടിച്ചു പോകുന്ന അല്ലെ, ചില രേഖകളൊക്കെ ചിതല് നിന്ന് പോകാനുള്ള, അല്ലെങ്കിൽ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ അതിൽ ചിതല് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്, ടെർമൈറ്റ്. സോ ഇങ്ങനെയുള്ള നാശം ഉണ്ടാവും. ദെൻ കെമിക്കൽ ഫാക്ടേഴ്സ്, ചിലപ്പോ അസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തുരുമ്പെടുത്തു പോകും, ചില ഇരുമ്പിലൊക്കെ റസ്റ്റ് വരും അല്ലെ. അതുപോലെ തന്നെ ചെമ്പ്, ക്ലാവ് പിടിച്ചു പോകും, പിത്തള, അങ്ങനെയുള്ള സംഗതികളിലൊക്കെ ക്ലാവ്, ഓക്സിഡേഷൻ ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് വായു മലിനീകരണം, അതുപോലെ മഷിയുടെയൊക്കെ രാസപ്രവർത്തനം. ആ മഷി അന്തരീക്ഷ വായുവുമായിട്ട് പ്രതിപ്രവർത്തനം സംഭവിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന നാശങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മറ്റൊന്നാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങൾ, ഹ്യൂമൻ ഫാക്ടേഴ്സ്. അത് നമുക്ക് പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാവുന്ന കാര്യമാണ്. അതായത് നമ്മളുടെ ഉപയോഗം ശരിയല്ലാത്തത്, അത് കൃത്യമായിട്ട് കേടുകൂടാതെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാതെ നമ്മൾ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെയൊക്കെ ഈ സാധനങ്ങൾ കേടായി പോകാറുണ്ട്. പിന്നെ മോഷണം, ബോധപൂർവമായിട്ടുള്ള തീയിടല്, അശ്രദ്ധമായിട്ട് ഡംപ് ചെയ്യുന്നത് ഒക്കെ തന്നെ എന്താണ്, മനുഷ്യന്റെ പ്രശ്നമാണ്, മനുഷ്യരായിട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ്. ഇനി ഇതിന്റെ പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്.
ഒന്നാമത്തേത് പ്രിവെന്റീവ് പ്രിസർവേഷൻ ആണ്, അതായത് പ്രതിരോധ സംരക്ഷണമാണ്. ഇത് ശരിയായ താപനിലയും ഈർപ്പവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ആസിഡ് ഫ്രീ ആയിട്ട് ഫയലുകളും ബോക്സുകളും ഒക്കെ സംരക്ഷിക്കുന്നതിന് ആസിഡ് ഫ്രീ ബോക്സസ് ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ പൊടിയൊക്കെ, ഡസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് നീക്കം ചെയ്യുക. കീടനിയന്ത്രണം നടത്തുക. ഈ കീടങ്ങളൊക്കെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ ചില്ലിട്ട് സൂക്ഷിക്കേണ്ടി വരും, ചിലതിനെയൊക്കെ നമ്മൾ വാക്സിൽ മുക്കിയിട്ട് സൂക്ഷിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ചിലതിനെയൊക്കെ നമ്മൾ ടെർമൈറ്റ് റെസിസ്റ്റന്റുകൾ, അതായത് ഇപ്പോ ചിതല് തിന്നാനൊക്കെ സാധ്യതയുള്ളതിന്റെ മുകളിലൊക്കെ ടെർപ്പൻറ്റൈൻ പോലെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് സൂക്ഷിക്കേണ്ടി വരും. ചിലതിനെയൊക്കെ നമുക്ക് ഷില്ലാക് സൊല്യൂഷൻ, ഈ ഷില്ലാക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നാശം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തോതിലൊരു വാക്സ് പോലെയുള്ള ഒരു സാധനം അടങ്ങിയ ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ ഷില്ലാക് സൊല്യൂഷനിലൊക്കെ മുക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ സാധനം കാലങ്ങളോളം കേട്ടുകൂടാതെ ഇരിക്കും അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ, പിന്നെ തീപിടുത്തത്തിൽ നിന്നും നനഞ്ഞു പോകുന്നതിൽ നിന്നൊക്കെ തടയുക. ദെൻ ക്യൂറേറ്റീവ് പ്രിസർവേഷൻ ആണ്. ക്യൂറേറ്റീവ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ അത് കേടുപാടുകൾ വന്ന ഐറ്റംസിനെ നന്നാക്കി എടുക്കുക, പൊട്ടിയതിനെയൊക്കെ വീണ്ടും നേരെ ഒട്ടിച്ചു വെക്കുക, ചീന്തിപ്പോയ താളുകളുള്ള പുസ്തകങ്ങളെ വീണ്ടും റീബൈൻഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്യൂറേറ്റീവ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇനി പൂപ്പൽ ബാധിച്ച രേഖകളൊക്കെ വൃത്തിയാക്കി, പൂപ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക, ഇതൊക്കെ അതിൽ വരും. ദെൻ സംരക്ഷണ നവീകരണം, അതൊരു കൺസർവേഷൻ ആണ്. രേഖയുടെ യഥാർത്ഥ രൂപം പരമാവധി നിലനിർത്തിക്കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തുക. നമുക്കറിയാം, ഒരു കെട്ടിടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശില്പം, അതിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം മറ്റേ ഭാഗവുമായിട്ട് തുല്യമായ അല്ലെങ്കിൽ ഒരേപോലെ തോന്നുന്ന രീതിയിൽ അതിന്റെ ബാക്കി ഭാഗം കൂടി പണിത് അതിനെ പൂർത്തിയാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ ഡിജിറ്റലൈസേഷൻ ആണ്. ഈ ഡിജിറ്റൈസേഷനിൽ വരുന്നത് അതിന്റെ ഡിജിറ്റൽ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രേഖകളാക്കിയിട്ട് സൂക്ഷിക്കുക, ഒരു ഡിജിറ്റൽ ബാക്കപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഡിജിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും അത് ഉപയുക്തമാകുന്ന രീതിയിൽ തന്നെ ഈ രേഖകൾ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രാഥമിക സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യഥാർത്ഥ രേഖകൾ ഭാവിയിൽ തലമുറയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ചരിത്രത്തിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും യഥാർത്ഥ തെളിവുകളെ സംരക്ഷിച്ചു വെക്കാനും ഒക്കെ ഇത്തരം സംരക്ഷണം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കൈവൽ രേഖകളുടെ നശീകരണത്തെ കുറിച്ചാണ്. അപ്പോൾ ആർക്കൈവൽ രേഖകൾ സംരക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇത് നശിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ പലതരത്തിലുള്ള ഡിറ്റീരിയറേഷൻ ഓഫ് ആർക്കൈവൽ റെക്കോർഡ്സ് നടക്കാറുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കുറെയൊക്കെ നേരത്തെ ഓരോന്നും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഈ ആർക്കൈവൽ റെക്കോർഡ്സ് ഭൗതികാവസ്ഥയിലോ അല്ലെങ്കിൽ ആ രേഖയുടെ വിവരമൂല്യത്തിനെയോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അതിന്റെ തകർച്ചയെ പല രീതിയിലാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോ ഇത് രേഖകളുടെ വായനാക്ഷമത, അതായത് ലെജിറ്റബിലിറ്റി, റീഡബിലിറ്റി, ലെജിറ്റബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്തുക. അതുപോലെ അതിന്റെ ഉപയോഗക്ഷമത, യൂസബിലിറ്റി ഉറപ്പുവരുത്തുക. അതുപോലെ ദീർഘകാലത്തേക്കുള്ള നിലനിൽപ്പ്, ഡ്യൂറബിലിറ്റി ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ലോഞ്ചിറ്റിവിറ്റി എന്നും പറയാറുണ്ട്. ലോഞ്ചിറ്റിവിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ആർക്കൈവലിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അവിടെ ആർക്കൈവിൽ ഈ നശീകരണം ഉണ്ടാകുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇത്തരം നശീകരണ കാര്യങ്ങൾ തടയുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത്, ആർക്കൈവൽ രേഖകൾ നശിപ്പിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൗതിക ഘടകങ്ങളാണ്, ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. അമിതമായിട്ടുള്ള ചൂട്, അതുപോലെ അമിത ഈർപ്പം, ശക്തമായ വെളിച്ചം, പ്രത്യേകിച്ച് സൺലൈറ്റ് നേരിട്ട് കൊള്ളുന്നത്, പൊടി അടിഞ്ഞുകൂടുന്നത്, തീപിടുത്തം, വെള്ളപ്പൊക്കം, ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇതിലൂടെയൊക്കെ തന്നെ രേഖകൾ കീറിപ്പോവുകയോ അല്ലെങ്കിൽ നിറം മങ്ങിപ്പോവുകയോ മാഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള നശീകരണമാണ്. രണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. പൂപ്പലും ബാക്ടീരിയയും ചീത്തലും അതുപോലെ തന്നെ ഈ സിൽവർ ഫിഷ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ടെർമൈറ്റ്, ചിതലൊക്കെ പിടിച്ചു പോകുന്നതെല്ലാം തന്നെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള നശീകരണമാണ്. ഇനി രാസ നശീകരണമാണ്, അതായത് കെമിക്കൽ ഫാക്ടേഴ്സ്, പേപ്പറിലെ അസിഡിറ്റി, അതുപോലെ എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ എയറുമായിട്ട് അത് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇനി ഇരുമ്പിലൊക്കെ റസ്റ്റ് ഒക്കെ വരാറുണ്ട് അല്ലെ, തുരുമ്പിച്ചു പോകും. അതുപോലെ പിത്തളയിലും ചെമ്പിലും ഒക്കെ ക്ലാവ് പിടിച്ചു പോകും, ഓക്സിഡേഷൻ ഒക്കെ സംഭവിച്ചു പോവാറുണ്ട്. അപ്പൊ ഇത്തരം അതുപോലെ നിലവാരം കുറഞ്ഞ മഷികളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് പടർന്നു പോവുകയും മങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഈ രീതിയിലെല്ലാം തന്നെ ഇത്തരം കൈവൽ
ഐറ്റംസ് കേടായി പോവാറുണ്ട്, നശിപ്പിക്കപ്പെട്ട് പോവാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് തടഞ്ഞ് വളരെ ഭംഗിയായിട്ട് ഈ സംഗതികളൊക്കെ സൂക്ഷിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള നശീകരണം തടയാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് അതിന്റെ ഒരു ടെമ്പറേച്ചറും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഒരു പരിസ്ഥിതി നിലനിർത്തുക എന്നുള്ളതാണ്. താപനില 18നും 22 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ നിലനിർത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. 18, 22 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിട്ട് താപനില ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു ആർക്കൈവലിൽ ചെയ്യേണ്ടത്. കൂടുതൽ തണുപ്പ് 18 ഡിഗ്രിയിലും കുറഞ്ഞ തണുപ്പോ അല്ലെങ്കിൽ 22 ഡിഗ്രിയിലും കൂടിയ ചൂടോ നമുക്ക് ആർക്കൈവലിലെ ഐറ്റംസ് കേടായി പോകാൻ സാധ്യതയുണ്ട്. ദെൻ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആപേക്ഷിക ആർദ്രത 45നും 55% ഇടയിൽ നിലനിർത്തേണ്ടതുണ്ട്. നേരിട്ടുള്ള സൺലൈറ്റ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആസിഡ് ഫ്രീ ആയിട്ടുള്ള ഫയലുകളിൽ, ബോക്സുകളിലൊക്കെയാണ് ഈ ഐറ്റംസ് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഈ രേഖകള് ലംബമായിട്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് കേടായിപ്പോ. ഒരു പ്രതിമയൊക്കെ അലക്ഷ്യമായിട്ട് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേപ്പറുകളൊക്കെ ചുരുണ്ട് മടങ്ങിയൊക്കെ ഇരിക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ അത് കേടായി പോവാത്ത രീതിയിൽ ലംബമായോ അല്ലെങ്കിൽ അത് എങ്ങനെയാണോ അത് സംരക്ഷിക്കേണ്ടത് ആ രീതിയിൽ തന്നെ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക, ഡസ്റ്റ് ഒന്നും വരാതെ, പൊടി പിടിക്കാതെ, നനഞ്ഞു പോവാതെ ഒക്കെ ആ രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ് ഈ കീടനിയന്ത്രണം. കീടനിയന്ത്രണം സ്ഥിരമായിട്ട് കീടബാധ അല്ലെങ്കിൽ കീടങ്ങളുടെ അറ്റാക്കുള്ള ഒരു സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എലികള്, ചെള്ളുകള്, സിൽവർ ഫിഷ് പോലെയുള്ള ജീവികള്, ടെർമൈറ്റ്സ്, ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതിനെല്ലാം ഏത് രീതിയിലാണോ പ്രിവെന്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ പ്രിവെന്റ് ചെയ്യുക. എലികളൊക്കെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് നെറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഓരോ വസ്തുക്കളിൽ നിന്ന് തന്നെ പെരുകുന്ന തരത്തിലുള്ള ജീവികളാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രാസ ലായനികൾ ഉപയോഗിക്കാം, ഷില്ലാക് സൊല്യൂഷൻ ഉപയോഗിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ജീവികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശരിയായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. സാധനങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കളായിരിക്കും. കാരണം കാലപ്പഴക്കമുള്ള ഐറ്റംസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ റഫായിട്ട് ഉപയോഗിക്കാതെ വളരെ കരുതലോട് കൂടി തന്നെ ഇത്തരം ഐറ്റംസ് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഡിജിറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രേഖകളൊക്കെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ പകർപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ ബാക്കപ്പുകൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റു തരത്തിലുള്ള നശിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെ നമ്മൾ ഒഴിവാക്കി കൃത്യമായിട്ട് ഈ രേഖകൾ സംരക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.